저는 사실 굉장히 자신감도 없고 숙기도 없고 좀 조용조용한 친구였어요. Hello, my name is Jin. I'm worldwide handsome, you know? I'm the one I should love in this world. 빛나는 나를 소중한 내 영혼을 이제야 깨달아. So I love me 좀 부족해도 너무 아름다운 걸 I'm the one I should love. 두려워도 앞으로 걸어가. Hey guys, welcome back to my channel guys, welcome back to brand new video. So guys, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ റിയാക്ഷൻ guys. So ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ വീഡിയോ ആണ്, ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ. സോ സ്പെഷ്യൽ വീഡിയോ ടു ദ വേൾഡ് വൈഡ് ഹാൻഡ്സം ഗായ്, അതായത് നമ്മുടെ ജിൻ. സോ ഹാപ്പി ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ജിൻ. ഇന്നലെ ഇതിന്റെ വീഡിയോ ആയിരുന്നു, ഇന്നലേക്ക് എടുക്കാൻ പറ്റിയില്ല. സോ അതിനു മുമ്പ് ഞാൻ സയന്റിസ്റ്റിന്റെ വീഡിയോ ഇതിനു മുമ്പ് എടുത്തു വെച്ചിരുന്നതാണ്. സോ അതാണ് ഇന്നലെ ഇട്ടെന്നേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജിന്നിന്റെ സ്പെഷ്യൽ വീഡിയോ ആണ് ഗായ്. സോ ഞാൻ സാധാരണ സ്പെഷ്യൽ വീഡിയോസ് കൂടുതലും ചെയ്യുന്ന പോലെ ഡോക്യുമെന്ററീസ് ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ ജസ്റ്റ് 3 മ്യൂസിക് വീഡിയോസ് റിയാക്ട് ചെയ്തു. 3 മ്യൂസിക് വീഡിയോ അല്ല, എപ്പിഫാനി അല്ലേ, എപ്പിഫാനി എന്നല്ല എനിക്ക് കാട്ട് വേർഡ് എനിക്ക് തോന്നുന്നു. അപ്പൊ എപ്പിഫാനിയുടെ മ്യൂസിക് റിയാക്ഷൻ ഉണ്ട്, മ്യൂസിക് വീഡിയോ റിയാക്ഷൻ ഉണ്ട്, പ്ലസ് ലൈവ് ഉണ്ട്, പിന്നെ അതിന് 3 റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. 3 ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ യാ, നമുക്ക് എന്തായാലും അധികം ഡിലേ തുടങ്ങാം. സോ അഗെയിൻ ഹാപ്പി ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ടു ജിൻ. ആൻഡ് യാ, താഴെ ഫുൾ സ്പാം ചെയ്യുക, കമന്റ്സ് ഫുൾ ഹാപ്പി ബർത്ത്ഡേ ജിൻ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് സ്പാം ചെയ്ത് വിടാം എല്ലാവരും. സോ മാക്സിമം ഷെയർ ചെയ്യാം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ദ ഗോൾ 3.5K by the end of this month. I don't know if it's gonna happen anyway. I don't think at least 3K എങ്കിലും നമുക്ക് ഒപ്പിക്കണം guys. So yeah, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സോ എന്തായാലും നമുക്ക് അധികം ഇല്ല, ഇനി നേരെ എപ്പിഫാനിയുടെ മ്യൂസിക് വീഡിയോ റിയാക്ഷൻ, മ്യൂസിക് വീഡിയോ ആണെന്ന് തോന്നുന്നു. BTS ലവ് യു സെൽഫ് ആൻഡ് കംബാക്ക് ട്രെയിലർ, അങ്ങനെയാണ് ഇതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അധികം ഇല്ല, ഇനി നേരെ സപ്പോർട്ട് ചെയ്യാം. Big hit at a time, Epiphany Jin. Let's go. രണ്ട് ജിന്നല്ലായിരുന്നോ? 이상해 분명히 너를 너무 사랑했는데 모두 너에게 맞추고 널 위해 살고 싶었는데 그럴수록 내 맘속에 폭풍을 나타낼 수 없게 돼 웃고 있는 가면 속에 진짜의 모습을 다 드러내 I'm the one I should love in this world. 빛나는 나를 소중한 내 영혼을 이제야 깨달아. So I love me 좀 부족해도 너무 ഫസ്റ്റ് ഓഫ് ഓൾ അവരെ വോക്കൽസ് കോംപ്ലിമെന്റ് ചെയ്തില്ല, വേറെ ഒന്നും ലിറിക്സ് കൊണ്ട് മാത്രമാണ്. ലിറിക്സ് സോ ബ്യൂട്ടിഫുൾ ലിറിക്സ് ആയിട്ട് സോങ്ങിനുള്ള ഇതുവരെ ഉള്ളത്. ഫസ്റ്റ് ലൈക്ക് ലവറിനെ പറഞ്ഞ ലവിനെ പറ്റി എല്ലാം പറയുന്നു. അവസാനം റിയലൈസ് ദാറ്റ് ഐ നീഡ് ടു ലവ് മൈ സെൽഫ്, ഐ ആം ദ വൺ ടു ലവ്, ലൈക്ക് ഐ നീഡ് ടു ലവ് ഓൺലി മീ എന്നൊക്കെ ഒരു മീനിങ്ങിലാണ് വരുന്നത്. ലൈക്ക് ഞാൻ എന്നെ ലവ് ചെയ്താൽ മതി. ലിറിക്സ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വോക്കൽസിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ലിറിക്സ് വാസ് സോ ഗുഡ്. ഓ മൈ ഗോഡ്, എനിക്ക് ഗെയിം ഇറ്റ് സീരിയസ് ടു ബി ഓണസ്റ്റ്. ലിറിക്സ് ലവ് മൈ സെൽഫ് എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും, കാരണം ടൈറ്റിൽ ലവ് യുവർ സെൽഫ്. എനിക്കൊന്ന് ആൽബം എല്ലാവരും തോന്നുന്നു, ലവ് യുവർ സെൽഫ് മീ അങ്ങനെ എന്തോ ആൽബം ഇല്ലായിരുന്നോ? ഇഫ് ഐ എം നോട്ട് റോങ്, എനിക്കറിയത്തില്ല, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി എനിക്ക് അറിയത്തില്ല. സോ ലിറിക്സ് വാസ് സോ ഗുഡ്. നമുക്ക് എന്തായാലും ഇത് ഒരു കാൽ ഭാഗം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ അങ്ങോട്ട് കാണാം കേട്ടോ. നല്ല രസമായിട്ട് വോക്കൽസ് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ആക്ച്വലി, പക്ഷേ ലിറിക്സ് വാസ് സോ ഗുഡ്. ആൻഡ് ദ ഫാക്ട് എന്ന് പറയുന്ന ഓക്കെ, നമുക്കൊന്നുകൂടെ കേട്ടത് പറയാം കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പം പറഞ്ഞ് ലാഗ് ആക്കുന്നില്ല, നമുക്ക് അതിനോട്ട് വേണ്ടിയിട്ട് വീണ്ടും പറയാം. 이상해 분명히 널 너무 사랑했는데 모두
to live my life for you. Orange hair. She's going back. Loop wala. Loop wala. ഈ സോങ് കുറെ ആർമീസ് ലവിങ് ലൈക്ക് ദെംസെൽഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പ് 100% കാരണം ലൈക്ക് ദ ഫാക്ട് ലവ് യുവർ സെൽഫ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ടു ലവിങ് ഗിവിംഗ് ലവ് ടു സമവൺ എൽസ് ഒരു പക്ക ഫാക്ട് ആണ്. പക്ഷെ എന്ന് വെച്ചാൽ അതൊന്നും ഇപ്പൊ ഞാൻ പറയുമ്പോഴാണെങ്കിൽ ഞാനത് ഒരിക്കലും ചെയ്ത കാര്യമില്ല. ലവിങ് മൈ സെൽഫ് എന്ന് പറയും സോ ഹാർഡ് ടു ഡു ലൈക്ക് ലവിങ് മൈ സെൽഫ് ജസ്റ്റ് പറയുന്ന പോലെ അല്ല സോ ഹാർഡ് ടു ഡു ഐ നോ വൈ. പക്ഷെ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് സംഭവം ലവിങ് മൈ സെൽഫ് അല്ലെങ്കിൽ ലവ് യുവർ സെൽഫ് സംഭവം എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് ഈ സോങ് അറ്റ്ലീസ്റ്റ് 1 million ആർമീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ലവിങ് ദം സെൽഫിന് വേണ്ടി. സത്യമായിട്ടും പറയാലോ ലവ് യുവർ സെൽഫ് എന്നൊരു ഫാക്ടില് 100% എനിക്ക് ഉറപ്പാണ് ഒരു 1 million ആർമീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോങ്. കാരണം ഈ സോങ് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ലൈക്ക് ഇറ്റ്സ് ഗൈഡിങ് മീ ടു ലവ് മൈ സെൽഫ് ടു ബിക്കോസ് ഐ ഹാവൻ ഡൺ ഇറ്റ് യെറ്റ്. കാരണം എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ലവ് മൈ സെൽഫ് കാര്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സോങ് കേൾക്കുമ്പോൾ ഇറ്റ്സ് ഗൈഡിങ് മീ ടു ലവ് മൈ സെൽഫ് അറ്റ്ലീസ്റ്റ് എ ബിറ്റ്. എനിക്ക് 100% ഷുവർ ആണ് ഇത് ഈ സോങ് കൊണ്ട് കുറെ പേർക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട് എനിക്ക് 100% ഉറപ്പ്. കാരണം ലൈക്ക് ഈ സോങ് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ലൈക്ക് വൈ കാൻറ്റ് ലവ് മൈ സെൽഫ് ഇറ്റ്സ് എ ഫാക്ട്. കാരണം ഞാൻ 100% ഷുവർ ഞാൻ വേറെ ഗ്യാരണ്ടി ഇത് ഈ സോങ് റിപ്പീറ്റിൽ പോകാൻ ഉറപ്പാണ്. ദിസ് സോങ് ഇസ് ഗോൺ റിപ്പീറ്റ് ഫോർ മൈ പ്ലേലിസ്റ്റ്. And Allah, its vocals and the lyrics, everything is so divine, to be honest. And man, this song has a lot of armies for sure. എനിക്കറിയാം കാരണം ഞാൻ കുറെ പേര് കണ്ടിട്ടുണ്ട്. ജിൻ ഹാസ് ലൈക്ക് സേവ്ഡ് മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ കുറെ സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും ജിന്നിന്റെ ഞാൻ ഈ സോങ്സ് തൊട്ട് ഡിസ്കവർ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈ സോങ് തന്നെ മതി, വേറെ എന്ത് വേണം, ഈ സോങ് തന്നെ മതി. നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും, ലവിങ് മൈ സെൽഫ് എന്നൊരു ഫീലിംഗ് കിട്ടാൻ. And yo, I'm so happy. I finally got to react to this song. And yeah, നമുക്ക് എന്തായാലും ബാക്കിയാണ്. The one I should love. മ്യൂസിക് വീഡിയോ എനിക്ക് മനസ്സിലായി ലൂപ്പ് പോലെ തോന്നി. എനിക്ക് എന്റെ മ്യൂസിക് വീഡിയോയുടെ ലൈക്ക് മീനിങ് കൃത്യമായിട്ട് ഈ വീഡിയോയിലും പിടി കിട്ടിയില്ല ടു ബി ഓണസ്റ്റ്. ലിറിക്സ് മനസ്സിലായെങ്കിലും
ഒന്നും മനസ്സിലായില്ല. And I'm sorry for the outside disturbance കേട്ടോ. കാക്കയുടെ ഒക്കെ വെച്ചിരുന്നുണ്ട്. I'm really sorry for that. I can't do anything about that. എല്ലാരും വന്നല്ലേ? So guys, അതായിരുന്നു എപ്പിഫാനി ബൈ BTS അല്ലെങ്കിൽ ജിന്നിന്റെ എപ്പിഫാനി സോങ് വാസ് സോ ഗുഡ്. ഞാൻ പറഞ്ഞ ലിറിക്സ് ഡിവൈൻ ലിറിക്സ് ആയിരുന്നു. പ്ലസ് ഈ മ്യൂസിക് വീഡിയോയുടെ മീനിങ് അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡ് ദ ആ സോങ്ങിന്റെ മ്യൂസിക് വീഡിയോന്റെ ബിഹൈൻഡുള്ള മീനിങ് എനിക്ക് കത്തിയില്ല ആക്ച്വലി. പക്ഷെ ലിറിക്സിസം ആൻഡ് ഹിസ് വോക്കൽസ് എനിക്ക് തോന്നുന്നു BTSൽ വൺ ഓഫ് ദ ബെസ്റ്റ് വോക്കലിംഗ് ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു ജിന്നാന്ന് തോന്നുന്നു. വൺ ഓഫ് ദ കാരണം ജംഗ്കൂക്ക്, ജിമിൻ ആൻഡ് ജിന്നാന്ന് തോന്നി. എനിക്ക് ജിന്നിന് ഞാൻ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് ലൈവിലൊക്കെ. അവന്റെ വോക്കൽസ് സോ ഗുഡ് ആണ്. So yeah, so good. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല 100% it's gone on my repeat in my playlist for sure. So this song is so good. I love it. പക്ക സോങ് ആട്ടോ. സോ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഇതിൽ ലൈവ് കാണാം. അതിനുശേഷം 3 റിയാക്ഷൻ കാണാം. അതിനുശേഷം റാപ്പ് ചെയ്യാം. സോ yeah, let's move on. Epiphany live BTS Jin. Let's go. Epiphany LY Tokyo Dome BTS Jin. പ്രൊഡക്ഷൻ സൈഡ് അടിപൊളിയാട്ടോ. ഒരു അധികം സ്റ്റാർട്ട് perfect. I'm so beautiful. I like അടിപൊളിയാണ്. Why don't want you hide my precious life? पक्का है तो 200% I'm so beautiful. Is that look though? സോ ഗൈസ് എനിക്കിപ്പോൾ എപ്പിഫാനിന്റെ ലൈവ് ചെയ്യുന്നത് വെച്ച് കട്ടായി പോയി വീഡിയോ. എനിക്കറിയത്തില്ല എവിടെ വരെ കിട്ടിയത് വീഡിയോയില്. പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് ആ വീഡിയോ ഫുള്ള് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പം സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കാരണം ബാക്കി എന്തായാലും കുറച്ചും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു ആ ലൈവില്. സോ ഓൾമോസ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനി എന്തായാലും റിയാക്ഷൻ പറ്റി പറയാം. ലൈവിനെ പറ്റി പറയുകയാണെങ്കിൽ നൈസ് സോങ് എന്ന ലിറിസിസം പ്ലസ് അവന്റെ വോക്കൽസ് ഉണ്ടല്ലോ. അവന്റെ ഹൈ നോട്ടൊക്കെ പാടിയപ്പോൾ അവന്റെ വോക്കൽസ് വാസ് സോ ഡിവൈൻ. നല്ല രസമുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ No, it's guidance to love yourself, അറിയാലോ. സോ ഞാൻ പറയാം എങ്ങനെ വലിയത് മില്യൺസ് ഓഫ് ആർമീസിൽ എന്തായാലും ലവിങ് ദംസെൽഫ് എന്നൊരു ഐഡിയ ഉറപ്പായിട്ട് എത്തിച്ചിട്ടുണ്ടാവും.
സോ ഇതായിരുന്നു ബാക്കിയില്ല. ഞാൻ മറ്റേ ആദ്യത്തെ മ്യൂസിക് വീഡിയോയിലും പറഞ്ഞതാണ് അതിനെ പറ്റി. സോ ഇനി അത് കൂടുതൽ ലാഗ് ആക്കുന്നില്ല. ഇനി എന്തായാലും നമുക്ക് ഇനി അത് ഇണ്ടില്ല. ഇനി നേരെ BTSന്റെ മൂണിന്റെ റിയാക്ഷൻ പോകാം. എനിക്ക് മൂന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. ഞാൻ കമന്റ്സിലാണെങ്കിലും പേഴ്സണൽ മെസ്സേജസ് വന്നപ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സോങ്ങിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും മെൻ ടു ദ ആർമീസ് എന്നൊരു മീനിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് അത് ഇണ്ടില്ല. നമുക്ക് എന്തായാലും ബാക്കിയാണ് BTS മൂൺ അല്ലെങ്കിൽ ജിൻ മൂൺ. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുന്നത് ലിറിക്സ് I will orbit around you, I will stay with you, I will stay with you, I will be a light out for you എന്നൊക്കെ പറയുന്നത്. ഇത് സോങ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ലിറിക്സ് കേൾക്കുമ്പോൾ തന്നെ ഇത് ആമീസിനുള്ളതാണ്. കാരണം പ്യുവർ ലിറിക്സ് ടു ആമീസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കണക്ഷൻ ആയിക്കോട്ടെ. ഐ വിൽ ബി ഹൗ ലോങ് ഹാസ് ദ മൂൺ ആൻഡ് എർത്ത് ബീൻ ടുഗെദർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് തന്നെ. അതെല്ലാം മൂണും എർത്തും കൂടെ എനിക്ക് ആമീസിന് മൂണായിട്ട് ഇവന് എർത്ത് കേട്ടോ അങ്ങനെ തോന്നുന്നു കമ്പയർ ചെയ്യുന്നത്. എനിക്ക് കൃത്യം അങ്ങനെ തോന്നുന്നു, എനിക്കറിയില്ല. ജസ്റ്റ് അതിൽ എന്താ മാറ്റോടി ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. പക്ഷെ എനിക്കൊന്ന് അങ്ങനെ തന്നെ ഫീൽ ചെയ്ത് ആ ലിറിക്സ് ഇസ് ലൈക്ക് സോ ഡിവൈൻ. എന്ത് രസമാണ് കേൾക്കാൻ. ഐ മീൻ ഇപ്പൊ ഡിവൈൻ വരെ കുറെ യൂസ് ചെയ്തു, എനിക്കറിയത്തില്ല, അറിയാൻ വായിക്കാറി തന്നെ. പക്ഷേ ഓൾ ടുഗദർ ലൈക്ക് സോ ഗുഡ്. ആൻഡ് ആ ബീറ്റ് ആയിക്കോട്ടെ. എനിക്കൊന്ന് ഫസ്റ്റത്തെ എപ്പിഫാനി കേട്ടില്ലേ, എപ്പിഫാനി കേട്ടപ്പോഴും എൻ്റെ ആ ഇൻസ്ട്രുമെന്റൽസ് ഒക്കെ ഇച്ചിരി കൂടെ എനിക്കൊന്ന് അവസാനത്തോട്ട് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് തൊട്ട് ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇതിനെ വെച്ചും കൂടെ അധികം ഇച്ചിരി പോപ്പ് എലമെന്റ് ഉണ്ട്. ഇതിന് ഒരു അപ്ലിഫ്റ്റിംഗ് കൈൻഡ് ബീറ്റ് ഉണ്ട്. അല്ലെങ്കിൽ അപ്ലിഫ്റ്റിംഗ് കൈൻഡ് ബീറ്റ് അത്ര ഇല്ലായിരുന്നു. പക്ഷെ ലിറിക്കലി അവന്റെ അപ്ലിഫ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇത് ലിറിക്കലി ആണെങ്കിൽ ബീറ്റ് വഴിയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പോപ്പ് എലമെന്റ് ഉള്ളതുകൊണ്ട് പോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ജനറാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു എഫക്റ്റ് കൊണ്ട് നമുക്ക് എപ്പോഴും ശരിക്കും വൈബ് ചെയ്യാൻ ഒരു സോങ് കൂടെ ആട്ടോ. നമുക്ക് എന്തായാലും ബാക്കിയാണ്. I didn't even have a name until I met you. Wow. Oh, you gave me a love and now I have become my sister. Yo. You're my earth, I don't want to be with you. I love you too. Yeah. By my side, even when I'm sad, even when I'm hurt, simply shine on me. Yeah, and love. I'm standing Jin right now. I don't know why. I'm standing Jin.
ഞാൻ ബയസ് സ്കിപ്പ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക, പക്ഷെ ഇപ്പൊ ഞാൻ ജിൻ സ്റ്റാൻഡ് ചെയ്തോണ്ടിരിക്കുക. ടു ബി ഓണസ്റ്റ് എനിക്ക് അറിയാത്തൊരു കാര്യമാണ് വൈ ലോട്ട് ഓഫ് പീപ്പിൾ കീപ് സ്റ്റാൻഡിങ് ജിൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ പാട്ടൊക്കെ എനിക്ക് എഴുതിയിട്ട് ഡാൻസിലേക്ക് തോന്നുന്നു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഐ ലവ് ജിൻ. എനിക്ക് ഇപ്പൊ ജിന്നിന് കറന്റ് എനിക്കൊന്ന് വയസ്സ് ജിന്നിലോട്ട് മാറി തോന്നുന്നു. കാരണം ഞാൻ BTS ഏറ്റവും കൂടുതൽ സ്റ്റാൻഡ് ചെയ്യുന്നത് ജങ്കുക്ക് ആയിരുന്നു അവന്റെ വോക്കൽസ് കൊണ്ട്. പക്ഷെ ലിറിസിസം കൊണ്ട് എനിക്ക് ജിന്നിലോട്ട് മാറിയാലോ എന്ന് എനിക്കൊരു I don't know. കാരണം ഞാൻ ലൈക്ക് ലോട്ട് ഇൻ ടു BTS ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ജിന്നിന്റെ ലിറിക്സിസും എനിക്കറിയാം. ഇതിപ്പോ കൊണ്ട് മനസ്സിലാവും വൈ ജിൻ ഈസ് ഹെൽപ്പിംഗ് ലോട്ട് ഓഫ് പീപ്പിൾ. കാരണം സ്റ്റോറീസിലെല്ലാം കാണും ജിൻ ഹാസ് ഹെൽപ്പ് മീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ 3 സോങ് ആൻഡ് എപ്പിഫാനി ബോത്ത് സോങ്സ് ആർ സോ ലേറ്റ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് നമ്മുടെ ഹാർഡ് ശരിക്കും ക്ലോസ് ആയിരിക്കാൻ പറ്റിയ ഒരു സോങ് ആണ്. എപ്പിഫാനി ആയിക്കോട്ടെ, മൂൺ വാസ് സോ ഗുഡ്. ലൈക്ക് നമ്മുടെ ആ ഒരു പോപ്പ് എലവനും കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടെ ബ്യൂട്ടിഫുൾ ആക്കി. എനിക്ക് ആ എപ്പിഫാനിയും കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ട് മൂണാണ്. ലൈക്ക് ലിറിക്കലി എപ്പിഫാനി വാസ് സോ ഗുഡ്. പക്ഷേ എനിക്കൊന്നും ആ ഒരു ഞാൻ എപ്പിഫാനിയിൽ മൂന്ന് ഏത് കേൾക്കുന്നു വെച്ചാൽ ഉറപ്പായിട്ട് മൂന്നേ കേൾക്കത്തുള്ളൂ കേട്ടോ. ലിറിസിസം കൊണ്ടല്ല, കാരണം അതിന്റെ ഒരു അപ്ബീറ്റ് അതും പിന്നെ ലിറിക്കും പക്കയായിരുന്നു. ലൈക്ക് ഒരു കണക്ഷൻ ബിറ്റ്വീൻ ആമീസ് ആൻഡ് ജിൻ. അപ്പൊ അത് എല്ലാം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ ഇതായിരുന്നു എന്റെ റിയാക്ഷൻ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു ജിൻ. The worldwide handsome guy, our worldwide handsome guy. So ഇതായിരുന്നു റിയാക്ഷൻ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, and bell icon enable ചെയ്ത് further notifications കിട്ടുന്നതായിരിക്കും. So see you guys next time. Peace.